5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിലെ ആദ്യ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ആദ്യ റിസൾട്ട് വന്നപ്പോൾ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു 44.6% വോട്ടിന്റെ അപ്പർ ഹാൻഡ്, അതായത് 19,000 വോട്ടിന്റെ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. അതൊരു UDF മണ്ഡലമാണ്, പക്ഷേ സ്വാഭാവികമായിട്ട് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല, ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് നിലമ്പൂരിലെ കാര്യം പറയും. എന്നാലും കുറേ വിവരങ്ങൾ ഫീൽഡിൽ നിന്ന് എടുക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ വഴി കുറേ വിവരങ്ങൾ. അതിനപ്പുറം ആധികാരികമായിട്ടൊരു സർവേ ഫലം വന്നിട്ടുണ്ട്. ലോക് പോൾ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. അവർ പ്രീ പോൾ സർവേ ആണ് നടത്തിയിരിക്കുന്നത്. ആദ്യം 2-3 പ്രാവശ്യം ചെയ്യും, പക്ഷേ ഇപ്പോൾ ഏറ്റവും ആദ്യമായി അവർ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇലക്ഷൻ്റെ തലേദിവസം ചെയ്യും, ഇലക്ഷൻ നടക്കുന്ന ദിവസം ആളുകളുമായിട്ടൊക്കെ ചോദിച്ച് വോട്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവർ ചില ഹിൻ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ സർവേ ഫലം. അപ്പോൾ ഈ സർവേ ഫലങ്ങൾ 100% ശരിയാവാൻ സാധ്യതയുണ്ട്, 100% തെറ്റാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ലോക് പോൾ എന്ന് പറയുന്ന സംഘടനയുടെ സർവേ ഫലം പുറത്ത് വന്നിരിക്കുന്ന അനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് ആര്യാടൻ ഷൗക്കത്തിന് 44% വോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 37% വോട്ടാണ് സ്വരാജിന് പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ, BJPക്ക് ഒരു 5%, PV അൻവറിന് 4%, ഒരു 6% മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ 10 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഇവർ 4 പേര് കഴിഞ്ഞാലും പിന്നെ ഉണ്ട് 6 സ്ഥാനാർത്ഥികൾ. അവരെല്ലാവരും കൂടി ഒരു 6% വോട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ചില കണ്ടീഷൻസ് അവർ പറയുന്നത്, ഈ അൻവർ നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് കിട്ടുമെന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ആശാ വർക്കേഴ്സിൻ്റെ സമരമാണ്, 2 വന്യജീവി ആക്രമണം അവിടെ നടന്നതിൻ്റെ കാര്യം, പിന്നെ ദേശീയപാത ദുരന്തം. ഇതെല്ലാം ആൻറ്റി ഇൻകംബൻസായി ഭരണകക്ഷിക്ക് എതിരായിട്ട് വരും എന്നുള്ളതാണ് ഒരു വാദം. പക്ഷെ അങ്ങനെയൊക്കെ വരുമോ, ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇപ്പുറത്തുള്ള സ്റ്റേറ്റ് തലത്തിലുള്ള വിഷയങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 4% മാത്രമേ അൻവറിന് പറയുന്നുള്ളൂ. അതൊരു വല്ലാത്ത ഒരു കുറഞ്ഞ കണക്കാണ്. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 87,000 വോട്ടിന് അടുപ്പിച്ച് പിടിച്ച് വലിയ വോട്ട് പിടിച്ച ആൾ, 85,000 വോട്ട് പിടിച്ച് വലിയ വോട്ട് പിടിച്ച ആളാണ്. മാത്രമല്ല 2 പ്രാവശ്യം MLA ആയിരുന്നു. 9 വർഷത്തോളം MLA ആയിരുന്ന ഒരാളിന് അത്ര സ്വാധീനമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ അത്യാവശ്യ സമ്പത്തൊക്കെ ഉള്ള ആളാണ്. പിന്നെ പണ്ടാരോ പറഞ്ഞതൊക്കെ നമ്മളെ വീട്ടിൽ സദ്യയ്ക്ക് കൊടുത്ത ആളുകൾ മാത്രം വോട്ട് ചെയ്താലും നമ്മൾ ജയിക്കൂടെ എന്നൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, വാർഡ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഒരു സിനിമയിൽ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് കുറേ വോട്ട് എന്തായാലും അൻവറിന് കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണോ ലോക് പോൾ വന്നിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ അപ്പർ ഹാൻഡ് കൊടുത്തിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്വരാജ് എന്ന് പറഞ്ഞ പാരച്യൂട്ട് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു. പാരച്യൂട്ട് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നൂലിൽ ഇറങ്ങിയ ആളാണ് എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ വന്ന് ഇറങ്ങിയ ആളാണ് അദ്ദേഹം, അവിടെ ഉള്ള ആളല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. പക്ഷേ കൂടുതലും അദ്ദേഹം കേരള CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ സംസ്ഥാനം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും പിന്നെ തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചു ഇവിടെ പോകേണ്ടി വരുമെന്നൊന്നും അദ്ദേഹം കരുതിയില്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അവിടെ പോയി ഹാൾട്ട് ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തിയേനെ. എന്തായാലും നിലമ്പൂരിലൊരു കുടുംബ ബന്ധമുണ്ട്. പക്ഷേ അതുകൊണ്ട് പാരച്യൂട്ടിൽ ഇറങ്ങിയ ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാമാണ് ഈ ലോക് പോൾ ഘടകങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ നേരത്തെയുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ അവർ പറഞ്ഞത് പലതും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് ആളുകൾ പ്രീ പോൾ സർവേകളുമായിട്ട് വരും, പിന്നെ ചാനലുകൾ ഒരുപാട് സർവേകളുമായിട്ട് വരും. പിന്നെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ അന്ന് തന്നെ കുറേ സർവേകൾ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു. തീർച്ചയായും എന്തായാലും ഇപ്പോൾ ഈ ഒരു സർവേ ഫലം പുറത്തു വന്നത് സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് ഒരു ബലം കൂട്ടും, അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം കൂട്ടും, കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് എതിർ ക്യാമ്പിൽ അതിന് ക്ഷീണവും ഉണ്ടാക്കും. പിന്നെ വേറൊരു ഗുണമുണ്ട്, 2 ക്യാമ്പുകാരും കൃത്യമായി പുതിയ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനത്തെ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട്, അങ്ങനെ ഇത് ഗുണവും ദോഷവുമുണ്ട്. എക്സിറ്റ് പോളുകൾ വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ പ്രീ പോളുകൾ വരുന്നതൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില പ്രശ്നമുണ്ട്. എക്സിറ്റ് പോൾ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്, അത് പ്രശ്നമില്ല. പ്രീ പോൾ ആകുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അത് ഇലക്ഷനെ സ്വാധീനിക്കും, ജനങ്ങളെ സ്വാധീനിക്കും. ജനങ്ങൾ നോക്കുമ്പോൾ ജയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന ആൾ, നമുക്ക് ജയിക്കുന്ന ആളിനെ വോട്ട് കൊടുത്തോളാം എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും എല്ലാ സ്ഥലത്തും ഓരോ പോളിംഗ് ബൂത്ത് എടുത്താലും വളരെ കുറച്ച് ആളുകളെങ്കിലും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നവരുണ്ട്. അല്ല ഞങ്ങളും കൂടെ വോട്ട് കൊടുത്തിട്ടാണ് ജയിച്ചതെന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രം, അവർ പ്രത്യേകം പാർട്ടിയൊന്നും കാണത്തില്ല, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ഷൗക്കത്തിന് വളരെ അനുകൂലമായി നിൽക്കുന്നു. പിന്നെ ആൻറ്റി ഇൻകംബൻസ് കുറച്ചെങ്കിലും ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഗോളടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ട വിഷയം. ചിലപ്പോൾ കയറി ഗോളടിച്ചേക്കാം. എന്തായാലും പ്രീ പോൾ സർവേ അങ്ങനെ തന്നെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.